കാണുന്ന സമയത്ത് കണ്ണൊക്കെ രണ്ടും തള്ളിയിട്ട് ശരീരം ഒന്നായിട്ട് വീർത്തിട്ട് അവളെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പം ശരീരം വീർത്തിട്ട് കറുത്തിട്ട് ഒന്നായിട്ട് കിടക്കുക ശരീരമൊക്കെ. അവളെ മനസ്സിലാകുന്നില്ല അങ്ങനെ ഒരു പെണ്ണ. അപ്പം ഞാൻ ചോദിച്ചു ഡോക്ടറോട് ഇതെന്താ ഇങ്ങനെ അവളെ മനസ്സിലാകുന്നില്ല, ഇതെന്താ കണ്ണിനൊക്കെ എന്താ പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറയാണ് മരുന്നിൻ്റെ റിയാക്ഷനാണെന്ന്. സിസേറിയനും വേണം, അത് ഞങ്ങളെ മെഡിക്കൽ കോളേജിൻ്റെതാണ്. അത് ആദ്യം നോർമൽ ഡെലിവറി ആയതുകൊണ്ടാണ് ഇവർക്ക് മാക്സിമം നോർമലായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. മെഡിക്കൽ കോളേജുകളിൽ ഡെലിവറിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവരുടെയൊക്കെ അവസ്ഥ ഭയങ്കര ശോകമായിരിക്കും കേട്ടോ. അതായത് നമ്മുടെ കാർന്നോമാരുടെയൊക്കെ ഒരു വിചാരം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ ഒരു ശ്രദ്ധയില്ല എന്നുള്ളതാണ് ഏറ്റവും മെയിനായിട്ടുള്ളൊരു കാര്യം. അതിലുപരി ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു ആൾ ചെന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെയുള്ള ക്ലീനിങ് സ്റ്റാഫ് വരെ പെരുമാറുന്നത് വളരെ മോശമായിട്ടായിരിക്കും. ഞാനൊക്കെ അനുഭവിച്ചിട്ടുള്ളതാണ്. അതായത് നമുക്ക് പറയാൻ പറ്റുമല്ലോ, ചിലവർ പറയുന്നതൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് ഒരു ഗർഭിണിയെ ട്രീറ്റ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ നീ ഇത് ആദ്യമായിട്ട് കാണുന്നതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ പറയുമെന്നറിയോ. പിന്നെ അവിടെ ഒരു ഗർഭിണിയെ ഇരുത്തിയിട്ട് ഇപ്പോൾ സ്റ്റിച്ചിടുന്ന കാര്യമാണെന്നുണ്ടെങ്കിലും വേദന കൊണ്ട് കുളയുമായിരിക്കും നമ്മൾ. പക്ഷേ ആ സമയത്തൊക്കെ സ്റ്റുഡൻസിന് പഠിക്കാനുള്ള ഒരു ഉപകരണം പോലെയാണ് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് എന്താ ടൈം പോവാണ്. അപ്പോൾ അവിടെ ആ ഒരു ഗർഭിണിക്ക് എന്ത് പറ്റുന്നു ഇതൊന്നുമല്ല, അവർക്ക് പഠിക്കണം. പിന്നെ ബാക്കിയുള്ളവരൊക്കെ പെരുമാറുന്നതും എല്ലാം വളരെ മോശമായിട്ടാണ്. ഞാനടക്കം പല ആൾക്കാരും ഇത് ഫേസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ പുറത്ത് വന്നാലും വലിയ കാര്യമൊന്നുമില്ല, ഇതൊരു മാറ്റം ഉണ്ടാകാൻ പോകും.